മനസ്സിലായടാ? അവനവന്റെ സ്വന്തം കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ നിന്നെയൊക്കെ അംഗീകരിക്കാം. കേട്ടറാ ഷസാമേ? ഈ ഷസാം എന്ന് പറഞ്ഞവന്റെ അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക്. ബാഡ് ബോയ്സ് മൂവി ഇറങ്ങിയതിനു ശേഷം കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ബാഡ് ബോയ്സിനെ പറ്റിയിട്ട് റിവ്യൂ പറഞ്ഞ ഉണ്ണി വ്ളോഗ്സിനെ അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ച് ചീത്ത വിളിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പം അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒമർ ലുലു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉണ്ണി വ്ളോഗ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഷസാമിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അശ്വിൻ കോക്ക് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഒമറിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഈ അശ്വന്ത് കോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അശ്വന്ത് കോക്ക് ഇനിയായിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട്. ചങ്സിൽ അശ്വന്ത് കോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അശ്വന്ത് കോക്കിന് പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല, ഇഷ്ടാവാതിരിക്കാം. അപ്പോൾ ഈ സിനിമ അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ്. സോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യേണ്ട. അപ്പൊ അശ്വന്തും പറഞ്ഞു അതാ നല്ലത്, കാരണം ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ആളുടെ റിവ്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കോക്ക് ചെയ്ത റിവ്യൂ. അപ്പൊ ഇതാണ് അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യാത്തതിന്റെ കാരണം. അതായത് ഒന്നാമത്തെ കാര്യം, അശ്വന്തുമായിട്ട് നല്ല ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ മൂവി കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഒമർ ലുലു തന്നെ പറഞ്ഞ് എടാ നീ ചെയ്യേണ്ടതിന്, അത് ഇനി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടെ പറയും ഒമറുമായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മൂവി കൊള്ളാമെന്ന് പറഞ്ഞാന്ന് പറയുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ആൻസർ ഇല്ല. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും അന്ന് ചൂണ്ടിക്കാണിച്ചത്. കാര്യം എന്തുകൊണ്ട് ഇവരാരും റിവ്യൂ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഈ ഒരു പടത്തിന്റെ മാത്രം, പ്രത്യേകിച്ച് ബാക്കി എല്ലാ പടങ്ങളുടെയും റിവ്യൂ ചെയ്യുന്നുണ്ട്, ഈ ഒരു പടത്തിന്റെ മാത്രം റിവ്യൂ ചെയ്യാത്ത എന്താണെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. ഇനി ഈ പറയുന്ന അശ്വിൻ കോക്ക് ദേവര എന്ന് പറയുന്ന പടം റിലീസായപ്പം കടയിൽ വിഗും മാലയും മേടിക്കാൻ നിൽക്കുന്ന ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, അതായത് ഏതൊരു പടം ഇറങ്ങിക്കഴിഞ്ഞാലും പുള്ളിയുടെ രീതി ഇങ്ങനെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ചെയ്യാത്തതെന്ന് നോർമലി എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെയാണ് നമ്മളും ചോദിച്ചത്. ഇപ്പൊ എന്തായാലും ഒമറിന്റെ വായിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടിയല്ലേ. പിന്നെ ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു, സിനിമ മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ഇന്റർവെല്ലിൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ? നിങ്ങൾ പറ. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇത്. ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഇതൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത്? അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ, പക്ഷേ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു. അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം. ഇവൻ വലിയ റിവ്യൂ റൈറ്റർ, എന്നിട്ട് ഇവൻ പറയാണ് ഇന്റർവെല്ലിന് ഇവൻ ഇറങ്ങി ഓടാൻ തോന്നി. അതിപ്പോ ഓരോരുത്തരുടെ രീതിയാണ്. അപ്പൊ മൂവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടി തന്നെ ചെയ്യും. അപ്പൊ എത്രയോ പടങ്ങളിൽ ആൾക്കാർ ഇറങ്ങി പോകുന്നു ഇന്റർവെല്ലിന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പടത്തിൽ അഭിനയിച്ച ആറാട്ടണ്ണൻ, അയാൾ ഒരു പടം കഴിയുന്നതിന് മുന്നേ ഇന്റർവെല്ലിന് ഇറങ്ങിയിട്ട് പടം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം പിടിച്ചിട്ട് അടിക്കുന്നൊരു സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് തേച്ച് ഉണ്ണിയുടെ ഒരു പേഴ്സണൽ അഭിപ്രായമാണത്. കാര്യം ആ ഉണ്ണി ഈ പടം കൊള്ളില്ല എന്നും പറഞ്ഞിട്ട് ഈ പടം ഓടാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. പടം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഓടും. അത് മാത്രമല്ല, പടം നല്ലതാണെങ്കിൽ എന്തിനാണ് ഇന്റർവെല്ലിന് ഇറങ്ങി ഓടും എന്ന് പറയേണ്ട കാര്യം ആ പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് വർക്കായില്ല. പുള്ളി ഓപ്പണായിട്ട് തന്നെ ആ ഒരു റിവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ബാക്കിയുടെ കാണാം. ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആണത്? ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ, ദൃശ്യം വേണ്ട. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ, ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മൂക്കാടെ ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേവിപടത്തിൽ തട്ടണത്. അപ്പൊ ഇവനെ പോലെ ഒരുത്തൻ ഇന്റർവെല്ലിന് ഇത് ഇറങ്ങി ഓടി. അതായത് ഇതിലെ തമാശ, ഇപ്പൊ കഥ പറയുമ്പോഴുള്ള തമാശയൊന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല. കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തണത്. ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞ പോലെ ഇന്റർവെല്ലിന് ഇറങ്ങി ഓടി. ഇതാണ് ഇവൻ.
എന്നിട്ട് പറയാം അവന്റെ കാറ് ഇതായ കാരണം അവന് മാത്രം പോരാൻ പറ്റില്ല. ഇവനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു റിവ്യൂ റൈറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ വിലയിരുത്തുന്നത്? ഷസാം അവന്റെ മുഖം തന്നെ കണ്ടോ, അവന്റെ മുഖം ഇങ്ങനെയാ, പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. ഇവൻ പറഞ്ഞ റിവ്യൂവില് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ. ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞില്ല. കാരണം എന്താ, ഇവരൊക്കെ ഫ്രണ്ട്സാ. ഇവന്റെ പരിപാടി എന്താ, ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ, സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. അപ്പൊ എന്താ, അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും. എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. സ്വന്തമായിട്ട് ചുണ ഉണ്ടെങ്കിൽ നീയൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ, എന്നിട്ട് കുറ്റം പറയേ എന്നാണ് ഒമർ ലുലു പറയുന്നത്. ഇതിനകത്ത് ഒമർ ലുലു പറഞ്ഞൊരു കാര്യമുണ്ട്. കഥ പറയുമ്പോൾ എന്ന് പറയുന്ന പടത്തിന്റെ അവസാന ക്ലൈമാക്സ് ആണ് എല്ലാവരും നമ്മളെ പിടിച്ചിരുത്തുന്നതെന്ന്. പക്ഷേ മമ്മൂക്ക് ആ പടത്തിൽ ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ അത്ര കിടിലമാണ്. അത് മാത്രമല്ല, ആ മൂവിയായിട്ടൊന്നും ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണ്, ചിലപ്പം ഇന്റർവെൽ കഴിഞ്ഞിട്ടായിരിക്കാം ചില മൂവീസിൽ കിടിലമായിട്ടുള്ള സീൻ വരുന്നതും, ചിലപ്പോൾ ആ മൂവി അവസാനമായിരിക്കാം മിക്ക ആൾക്കാർക്കും ചില ട്വിസ്റ്റുകളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതും അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നും പറഞ്ഞ് ഇതിനകത്ത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല എന്നാണ് കണ്ട ആൾക്കാർ മുഴുവനും പറഞ്ഞത്. ഇപ്പം നമുക്ക് അത് കണ്ട ആൾക്കാർ മുഴുവനും പോയി ചീത്ത വിളിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് പറയണത്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമേയൊക്കെ ഏകദേശം മിക്സഡ് റിവ്യൂ ആയിരുന്നു വന്നത്. പിന്നെ എന്താ പറയേണ്ടത്, ഈ പടത്തെ പറ്റി വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നു തുടങ്ങിയത്. നിങ്ങളുടെ പടം നല്ലതായി കഴിഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമുള്ളൂ. അല്ല നിങ്ങളുടെ ഒന്നും പടം മനഃപൂർവ്വം കുറ്റം പറഞ്ഞിട്ട് നശിപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കുക എന്ന് പറയുന്നല്ലോ. നിങ്ങൾ എന്തൊരു ഫീൽഡിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ഒരു മൂവി ഡയറക്ടറാണ്. നിങ്ങൾ നല്ലൊരു പടം നിങ്ങളാണ് ഇറക്കേണ്ടത്. കാര്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോർമലി അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക, സംസാരിക്കുക. ഇപ്പം ഷസാമിൻ്റെ കേസ് പറഞ്ഞു, ഷസാം മറ്റേ മൊബൈലിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളിക്ക് അതിനകത്താണ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് അയാൾ ആ ഒരു സംഭവം ചെയ്യുന്നത്. എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരെയും ഈ കുറ്റം പറയുന്നൊരു സ്വഭാവം ശരിയുള്ള പരിപാടിയായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ബാക്കി കാണാം. നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. മനസ്സിലായ? ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ, മനസ്സിലായടാ? അവനവന്റെ സ്വന്തം കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ നിന്നെയൊക്കെ അംഗീകരിക്കാം. കേട്ടറാ ഷസാമേ? ഈ ഷസാം എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറെ പിള്ളേരെടുത്ത് ഇപ്പൊ ട്രോളിപ്പ് എന്താ പറയുക, ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തതാ, ആ വീഡിയോസ് ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട്. എടാ നിന്റെ അഭിനയം ഇതല്ലടാ. അല്ലെങ്കിൽ നീ ഒന്ന് കാണിക്കുക, ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്കുക, എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള്. മനസ്സിലായ? ഷസാമിന്റെ പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഷസാമിനെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് എന്താണ്, ആ പുള്ളിക്ക് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ ഒട്ടും അവകാശമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഷസാമിനെ പറ്റി പറഞ്ഞത് കുറച്ച് ടിക്ടോക്ക് വീഡിയോസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അതിന്റെ കളിയും പറയുന്നത് ഷസാമിന്റെ ഈ ഒരു സംഭവം കണ്ടിട്ടാണ് പറഞ്ഞത്, നിന്റെ അഭിനയം എന്താന്ന് ഞാൻ കണ്ട, നീ ചുണ ഉണ്ടെങ്കിൽ ഒന്ന് അഭിനയിച്ച് കാണിക്കടാന്നൊക്കെ. എന്നാലും ബാക്കിയോടെ കാണാം. നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ. ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെ എടുത്തിട്ട് ഇവനെ ട്രോളിപ്പ, ഞാനത് ട്രോളാൻ വേണ്ടിട്ട് ഇട്ട വീഡിയോ എന്ന്. എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയും, ഈ ഒമർ ലുലു പറയുമ്പോ വീഡിയോ ചെയ്യാൻ ഞാൻ ആരാ, അയാളാരാ, ഒമർ ലുലു ആരാ, അയാൾ പറയുമ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ. എടാ നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കും. ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ. നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും. നീ ആദ്യം ചെയ്ത് കാണിക്കും, എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാം. പിന്നെ അപ്പൊ നീ പറയും, ഞാൻ 100 രൂപ കൊടുത്ത് 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാ ഈ അഭിപ്രായം പറഞ്ഞത്. മോനെ, അങ്ങനെ നീ അഭിപ്രായം പറയണെങ്കിൽ നിന്റെ മോണിറ്റൈസേഷൻ, അതായത് ഈ വരുമാനം കിട്ടണം. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഡക്റ്റിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കണത്? ഇപ്പൊ നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു, അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത്? നീ എന്റെ വരുമാനം മേടിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനത്തിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കുന്നത്? അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിക്കും, ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരോടും, എനിക്ക് ഇവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമല്ലോ ഒന്നുമില്ല. പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ടാന്ന് വെച്ചാൽ, പക്ഷെ ഇപ്പൊ കുറെ എണ്ണം അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, എനിവേ ഹാപ്പി ഓണം. അല്ല, ഓണമൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും സുലാൻ. ഓക്കെ, നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നീയൊക്കെ ചുണ ഉണ്ടാക്കി അഭിനയിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കി കാണിക്കുന്നത്. നിങ്ങൾ നല്ലൊരു സാധനം ആദ്യമേ ഇറക്കി കാണിക്കുക. ഒമർ ലുലു ഡയറക്റ്റ് ചെയ്യുന്ന നല്ലൊരു കിടിലം പടം ഇറക്കുക. അന്നേരം നമ്മളെല്ലാവരും വന്നിരുന്ന് കൈയടിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. നിങ്ങളോട് വിരോധമുള്ള ആൾക്കാർ വരെ വേണം സപ്പോർട്ട് ചെയ്യും.
അതങ്ങനെയാണ്. ബിക്കോസ് നിങ്ങൾ ഇറക്കുന്ന സാധനം അത്ര അങ്ങോട്ട് വർക്ക് ആവാത്തത് കൊണ്ടാണ് ആൾക്കാർ മൊത്തം നെഗറ്റീവ് പറയണത്. ഇപ്പം നിങ്ങൾ തന്നെ വീണ്ടും ഉള്ള വില കൊണ്ടുവന്ന് കളയുകയാണ്. ഉള്ള കാര്യം പറയാനല്ല ഇതിനകത്ത് വന്നേ. ഇനി ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ വൈഫ് ഈ 2 ദിവസത്തിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. കൊണ്ട് ജീവിക്കുന്നു, എത്രയോ താരങ്ങളായാലും അതിന് പുറകിലുള്ള ടെക്നീഷ്യൻസ് ആയാലും ഒക്കെ. അപ്പം ഇപ്പോൾ ചേച്ചിയുടെ 15ാമത്തെ സിനിമ ബാഡ് ബോയ്സ് 2ാം വാരം തിയേറ്ററിലുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് വന്നൊരു നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇടുകയാണ്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ എത്രയോ പേരുടെ അധ്വാനമാണ് ഒരു നിമിഷം നമ്മൾ പറയുന്ന ഒരു വാക്കിൽ ഇല്ലാതാവുന്നത്. അപ്പം അത് കടന്നുപോയ വിഷമം എനിക്കറിയാം. അപ്പം ചേച്ചിക്ക് എന്ത് തോന്നി ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ റിവ്യൂവേഴ്സിനെ പറ്റിയിട്ട്, റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്, എവിടെയോ ഇരുന്ന് ആരൊക്കെയോ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ സിനിമകൾ, ഇതിപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് റിവ്യൂ, ഇതെന്ന് കുറച്ച് എക്സ്ട്രീം ആയിപ്പോയി. ബാക്കി നമ്മുടെ എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോഴും റിവ്യൂവേഴ്സ് വന്നിട്ട് മോശം പറയാറുണ്ട്. അല്ലെങ്കിൽ എന്നെ ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി, കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം ഒരേ ഭാവം വരുന്ന നടി, പല നടിമാരെ കുറിച്ച് നമ്മളിതിന് മുന്നേ പറഞ്ഞില്ല, പലരെ കുറിച്ച് എന്താണ് പ്രതിമ പോലെ നിൽക്കുന്ന നടി, അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കുശുമ്പിൽ നിന്ന് വരുന്ന ഒരു സാധനം ഉണ്ടാവും. അതായത് ഇപ്പം എല്ലാവർക്കും പറ്റില്ല അവരുടെ ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കാൻ. അത് വളരെ എത്രയോ ഭർത്താക്കന്മാര് സിനിമ എടുക്കുന്നവരുണ്ട്, ഇല്ലേ, സംവിധാനം ചെയ്യുന്നവരുണ്ട്. അതെ. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഞാൻ മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മുൻനിരയുള്ള നടന്മാരുണ്ട് നമ്മുടെ കൂടെ. അവരെ ഒന്നും കാണാതെയാണ് എന്നെ ഇട്ടുകൊണ്ട് ഈ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ടാർഗറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ സത്യം പറയല്ല, ഷീലു എബ്രഹാമിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പുള്ളിക്കാരത്തി പറയുന്നത് ഞാൻ ഭർത്താവിന്റെ പടത്തിൽ മാത്രം അഭിനയിക്കുന്നു, എപ്പോഴും ഒരേ എക്സ്പ്രഷൻ ഇടുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നു എന്നാണ് പറയുന്നത്. കാര്യം അത് നല്ലതല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പൈസ ഇറക്കി നിങ്ങൾ പടം ഇറക്കുന്നു, അതിനകത്ത് നിങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞാൽ എന്താ തെറ്റ്? അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആരും ഒന്നും പറയത്തില്ല. നിങ്ങൾ അഭിനയത്തിനെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ അഭിനയം മോശമായിട്ടും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം അഭിനയിക്കാനും അറിയാം. പിന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്കത് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അല്ല, ബാക്കിയുടെ കാണാം. എനിക്കത് ഇപ്പം വന്നിട്ട് അത് എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇതേ പറ്റൂ. കാരണം ഇവരൊരിക്കലും ഒന്നിലും നല്ല വശം കാണില്ല. ഇവരുടെ വിചാരം നമ്മൾ എന്തോ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെലവഴിക്കുന്ന പോലെ, അല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ നിന്നെല്ലാം കൂടെ ഊറ്റിയെടുത്ത് സിനിമ ചെയ്യുന്ന പോലെയൊക്കെയാണ്. പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടാവുന്നു, അല്ലെ എത്രയോ പേർക്ക് തൊഴിൽ, അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് ജോലി എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ. അപ്പൊ ഇത്രയും സിനിമകളിലൂടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതൊന്നും കാണാതെ നമ്മളെന്തോ സമൂഹത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തിന്നുന്ന പോലാണ് ആൾക്കാരുടെ എന്തോ ഒരു വർത്താനം, എന്തോ ഭയങ്കര, പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഭയങ്കര മോശം സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ, ഞങ്ങളുടെ പടം ഇറങ്ങുമ്പോൾ മാത്രം എന്താണ് അത്ര പ്രശ്നമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ നല്ല പടം ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാര്യം നിങ്ങളുടെ ഈ ബാഡ് ബോയ്സിൽ ഒമർ ലുലുവിൻ്റെ ഈ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന മൂവി ആർക്കും അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കുറ്റം പറയുന്നത്. അല്ലാതെ നിങ്ങളെയോ നിങ്ങളുടെ ഫാമിലിയോ ടാർഗറ്റ് ചെയ്ത് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ നല്ല പടം ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാമാണ് കാര്യം. ഒരു പടം ഇറക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്. ഒരുപാട് പൈസ ചിലവാക്കണം, ഒരുപാട് നാളത്തെ എഫേർട്ടുണ്ട്, പല നടന്മാരുടെ ഡേറ്റ് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ വരാനായിട്ടാണ് അതിനെക്കാട്ടിയും ഭയങ്കര ബുദ്ധിമുട്ട്. അതെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പടം നല്ലതല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ട് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. വളരെ മാന്യമായിട്ടുള്ള രീതി എന്നും പറഞ്ഞ് മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി ശരിയല്ല. പക്ഷെ ഒരു വട്ടം നമ്മൾ പറഞ്ഞിട്ട് പോവും, ശരിയാണ് പടം വർക്കായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ കണ്ടിന്യൂസ്ലി നമ്മൾ ആ പടത്തെ ടാർഗറ്റ് ചെയ്ത് ആ പടം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെയുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ ഹസ്ബൻഡാണ് ഈ പറയുന്ന ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചത്. അതിന് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റൈറ്റ്സ് ഇല്ല. നിങ്ങൾ വിളിച്ചിട്ട് ഒരാളെ ചീത്ത വിളിക്കുക, ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാമെന്ന് പറയുക, അതെന്തുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത ബോംബ് വരുന്നു, അടുത്ത ഗുണ്ട് വരുന്നു. അതെ, നമ്മൾ ഇതിന് മുന്നേ തൊട്ട് മുന്നേ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ മറ്റുള്ളവർ കാണാനിരിക്കുന്നവരെയും കൂടി കാണിക്കാത്ത രീതിയിലേക്ക് പ്രഹസനമായി പരിഹാസമായി അവതരിപ്പിക്കുകയാണ് അതിനെ. അല്ല, സിനിമ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ വേണമെന്ന് കണ്ടു നോക്കിക്കോ എന്ന് പറയുന്നതിൽ തെറ്റില്ല.
അല്ലാതെ അതിനെ മേലാൽ ഈ അതും പിന്നെ ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് 2 ദിവസം മുൻപേ തന്നെ പ്ലാൻഡ് അറ്റാക്ക് തുടങ്ങിയായിരുന്നു. അപ്പോൾ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലേക്കെല്ലാം മെസ്സേജസ് പോയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ്: ബാഡ് ബോയ്സ് റിവ്യൂ, കാട്ട അവതാരം അല്ലല്ലോ, എന്താ അതിന്റെ ഒരു അക്ഷരം മാറ്റിയിട്ട് ഒരു തെറിയാവൂല്ലോ, ഞാൻ പറഞ്ഞു അവതാരം എന്നായിപ്പോയി. അത് ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നില്ല. 2 ദിവസം മുന്നേ തന്നെ 11-ാം തീയതി വൈകിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം നമ്മളിത് കുറേ എല്ലാം നമ്മൾ പൈറസി ഇതിൽ നമ്മളുണ്ട്, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൈറസി. അപ്പം നമുക്ക് കിട്ടും ഇത് എവിടെ നിന്നാണ് പോയേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്കും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ പ്രൊമോഷൻ ടീമിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം 11-ാം തീയതി വൈകിട്ട് തൊട്ട് തുടങ്ങി. സിനിമ ഇറങ്ങുന്നത് 13 രാവിലെയാണ്. അപ്പം കാണാത്ത സിനിമയെ പറ്റിയിട്ട് ഇത് ബാഡ് ബോയ്സ് റിവ്യൂ, കാട്ട് ആ സാധനം, ആരും തിയേറ്ററിന്റെ പരിസരത്തേക്ക് പോലും പോവരുത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജായിരുന്നു ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? എനിക്കെന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങളുടെ പടം അന്ന് കണ്ടിട്ട് വനിതാ തിയേറ്ററിൽ ഇറങ്ങിയ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അതെന്താണ്? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ആ ഒരു 2-3 തിയേറ്റേഴ്സിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പലരും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാര്യം നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തോ? മൂവി ഇറങ്ങുന്നതിന് മുന്നേ കാട്ടവരാതെന്നും പറഞ്ഞിട്ട് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വിടുന്നതെന്നൊക്കെ പറയുമ്പം എനിക്കെന്തോ അതെനിക്ക് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആരിലേക്ക് ചെയ്യൂടെ? അങ്ങനെയൊക്കെ ശത്രുതയുള്ള ആരാണ്? അല്ലെ തന്നെ കുറച്ച് പേര് അങ്ങനെ ശത്രുതയാക്കിയാൽ തന്നെ ആ മൂവി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഓടത്തില്ലേ? എനിക്കെന്തോ ഇവർ പറഞ്ഞതിനകത്ത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇതാണ് ഈ ഒരു ഇൻ്റർവ്യൂ. എൻ്റെ കൈരളി ടി വിക്കകത്ത് ഇതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, എല്ലാം കാണാൻ പറ്റും. എന്തായാലും നമ്മൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് മെയിൻ റിവ്യൂവേഴ്സ് ആയിട്ടുള്ളവർ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നായിരുന്നു എൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് അശ്വിൻ കോക്ക് ഈ പറയുന്ന ഒമറിൻ്റെ ഫ്രണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ റിവ്യൂ ചെയ്യാത്തതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി അശ്വിൻ കോക്ക് കഴിവതും ഈ ആരുടെ പടം ഇറങ്ങിയാലും, അതായത് പ്രത്യേകിച്ച് അശ്വിൻ കോക്കിൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ മൂവി ഇറങ്ങുവാണെങ്കിൽ കഴിവതും അശ്വിൻ കോക്കിൻ്റെ ഭാഗത്ത് നിന്ന് റിവ്യൂ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടെ കാണിക്കുന്നത് അത്ര തെണ്ടിത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നിങ്ങൾ ഏത് പടം ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഒരു പടത്തിൻ്റെ വിഗും മേടിച്ചുകൊണ്ട് വന്നിട്ട്, നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ ആ വീഡിയോ കണ്ട പോലെ വിഗും മേടിച്ചുകൊണ്ട് വന്നിട്ടിരുന്ന് റിവ്യൂ ചെയ്യുന്നതാണ്. ഇന്നലെ ദേവര എന്ന് പറയുന്ന പടത്തിൻ്റെ വരെ ഇറങ്ങിയപ്പം തന്നെ റിവ്യൂ ചെയ്ത്. ഇത്രയും ആൾക്കാർ നിങ്ങളുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ പറയുന്ന റിവ്യൂ ഇഷ്ടമായതിൻ്റെ പേരിലാണ്, അല്ലേ? അപ്പോൾ ആ ആൾക്കാരോട് ചെയ്യുന്ന ഒരു ചതിയായിട്ടാണ് എനിക്ക് ബേസിക്കലി ഈ ഒരു കാര്യം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.